കല്ലുമ്മക്കായന്റെ മസാല എങ്ങനെ തയ്യാറാക്കലെന്ന് ചോദിച്ചിട്ട് ഇനി ആരും എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളി. നല്ല ടേസ്റ്റാണേ. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം കല്ലുമ്മക്കായൊക്കെ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അരി നിറച്ച് വെക്കുക. അപ്പോൾ അരി എങ്ങനെ ഉണ്ടാക്കണ്ടേ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ സമയമില്ല. പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കരിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായൻ്റെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കല്ലുമ്മക്കായ ഓരോന്ന് മസാലയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. സ്പീഡിൽ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് കായ് ഇളകിയിട്ട് എന്നോട് പറയാൻ നിൽക്കണ്ട. അപ്പോൾ ഇതുപോലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ കല്ലുമ്മക്കായ് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/4 മണിക്കൂർ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ്ക്ക് നല്ലോണം മസാലയ്ക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ടാവേ. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച കല്ലുമ്മക്കായ് ഓരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കി വരുന്ന മസാല ഉണ്ടെങ്കിൽ ഇതുപോലെ കല്ലുമ്മക്കായൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മുടെ കല്ലുമ്മക്കായൻ്റെ മണമൊക്കെ അടിച്ച് വീശുന്നുണ്ടേ. ഇനി ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ട്ടോ. മറിച്ചിട്ടതിന് ശേഷം നമ്മൾ കായൻ്റെ ഭാഗം അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ മസാല കല്ലുമ്മക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറ.